മാഷേ, ഈ നരേന്ദ്രമോദി 79ാം സ്വാതന്ത്ര്യ ദിനത്തിൽ കൃത്യമായി അമേരിക്കയോട് പറഞ്ഞത്, കർഷകരുടെ അവകാശങ്ങൾക്ക് മേൽ ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ ഞാനൊരു മതിലായി അതിനെ തടഞ്ഞു നിർത്തും എന്നുള്ളതാണ്. ഇപ്പോ പുറത്തു വരുന്നത് താരിഫ് പിൻവലിക്കാൻ ട്രംപ് തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള സൂചനകളാണ്. പെട്ടെന്ന് ഇത്തരത്തിൽ ഈ ഒരു കാര്യത്തിൽ ഒരു മയപ്പെടുത്തൽ ട്രംപ് വരുത്താനുള്ള കാരണം എന്തായിരിക്കും? അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നിപ്പോൾ പ്രഖ്യാപിച്ച താരിഫ് അദ്ദേഹം പിൻവലിച്ചോ ഇല്ലേ എന്നറിയാൻ നമുക്ക് 1-2 ആഴ്ച കൂടി കാത്തിരിക്കേണ്ടി വരും. കാരണം അദ്ദേഹം തന്നെ അത് പ്രഖ്യാപിക്കുമ്പോൾ പറഞ്ഞത് ഓഗസ്റ്റ് 27 മുതൽ നടപ്പിൽ വരും എന്നാണ്. ഈ മാസം 27. അപ്പോൾ ഇന്നിപ്പോൾ ഇനി 10 ദിവസം ഉണ്ടല്ലേ. അപ്പോൾ നടപ്പിലാക്കുമോ ഇല്ലയോ എന്ന് ഉറപ്പായിട്ടില്ല. പക്ഷേ അലാസ്കയിലെ ചർച്ചയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ സമീപനത്തിൽ ഒരു മയം വന്നിട്ടുണ്ട്. മാത്രമല്ല രണ്ടുപേരും ഈ കൃത്യമായി അവരെന്തായിരുന്നു ചർച്ച നടത്തിയത് എന്നതിൻ്റെ ഉള്ളടക്കം വെളിപ്പെടുത്തിയിട്ടുമില്ല. രണ്ടുപേരും പത്രസമ്മേളനം നടത്തി. രണ്ടുപേരും ഒരു ചോദ്യം, നമ്മുടെ നാട്ടിലെ പലരും ചെയ്യുന്ന പോലെയാണ്. പത്രസമ്മേളനത്തിൽ കൃത്യമായ ഉത്തരം പറയാതെ ഒഴിഞ്ഞു മാറി സമർത്ഥമായി ഒരു സ്ലിപ്പ് ചെയ്ത് പോവുകയുണ്ടായത്. അത് പുടിനായാലും മോദി ആയാലും. പക്ഷേ പുടിനായാലും പുടിനായാലും ട്രംപ് ആയാലും തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ടിപ്പോൾ 27-ാം തീയതി ഈ താരിഫുമായി അദ്ദേഹം മുന്നോട്ട് പോകില്ല എന്ന് വേണം നമുക്ക് കരുതാൻ. അതിന് കാരണങ്ങളുണ്ട്. കാരണം അദ്ദേഹം ഈ ലോകത്തിലെ നീക്കങ്ങളൊക്കെ കാണുന്നുണ്ട്. ഈ ഇന്ത്യ ഇതേ സമയത്ത് റഷ്യ, അദ്ദേഹം മാത്രമല്ല, ഇന്ത്യ റഷ്യയുമായി ചർച്ച ചെയ്യുന്നുണ്ട്. ചൈനീസ് വിദേശകാര്യമന്ത്രി ഇന്ന് ഇന്ത്യയിൽ എത്തുന്നുണ്ട്. തീർച്ചയായിട്ടും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി വഴക്കുകൾ ചർച്ച ചെയ്യാനാണ് വരുന്നതെങ്കിൽ പോലും ഈ വിഷയം ചർച്ചയ്ക്ക് വരാം. നരേന്ദ്രമോദി ചൈനയിൽ പോകുന്നുണ്ട്, ഷാങ്ഹായ്. അത് ഈ മാസം ഒടുവിലാണ്. അപ്പം ഇതൊക്കെ ഏതാണ്ട് ഒരു ഒപ്പമാണ്. ഇപ്പോൾ 27-ാം തീയതി ഞാൻ പുതിയ താരിഫ് പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയെ മിരട്ടുന്ന ഡൊണാൾഡ് ട്രംപ് ഇതൊക്കെ അറിയുന്നുണ്ട്. അതുകൊണ്ട് ഇന്ത്യ സമാന്തരമായ വിപണി കണ്ടെത്തുന്നു എന്ന് അദ്ദേഹത്തിന് അറിയാം. ഇപ്പോൾ 40% എണ്ണ റഷ്യ ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണയുടെ 40% വാങ്ങുന്ന ഏറ്റവും വലിയ കൺസ്യൂമർ ഇന്ത്യയാണ്. അത് നിലനിർത്തിക്കൊണ്ട് ഇന്ത്യ അമേരിക്കൻ വിപണിയിൽ നടത്തിയിരുന്ന ഇടപെടൽ, ഇന്ത്യയുടെ സത്യത്തിൽ റഷ്യയുടെ ഗുണഭോക്താവാണ് ഇന്ത്യ. എന്നുവെച്ചാൽ റഷ്യൻ എണ്ണ നമ്മൾ വാങ്ങുകയാണ്. അതേസമയത്ത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വലിയ തോതിൽ അമേരിക്ക വാങ്ങുകയാണ്, തിരിച്ചുമാണ്. അമേരിക്ക ഇന്ത്യയുടെ വിപണിയാണിപ്പോൾ. അപ്പോൾ ട്രംപ് പറയുന്ന പോലെ എളുപ്പമല്ല കാര്യങ്ങൾ. അപ്പോൾ അമേരിക്കയ്ക്ക് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ വലിയ തീരുവ വരുത്തുമ്പോൾ നമ്മുടെ വ്യാപാര കയറ്റുമതിയെ വലിയ തോതിൽ ബാധിക്കും, അത് നമ്മുടെ സമ്പദ്ഘടനയെ ബാധിക്കും എന്നൊക്കെയുള്ള ട്രംപിൻ്റെ കണക്കുകൂട്ടൽ ശരിയാണ്. എന്നാൽ ഈ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം തൊട്ടുള്ള കാര്യങ്ങളെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എണ്ണയാണ്. ആ എണ്ണ നമുക്ക് ഏറ്റവും കൂടുതൽ തരുന്നത് റഷ്യയാണ്. അതുകൊണ്ട് റഷ്യയുടെയുമായുള്ള എണ്ണക്കച്ചവടം നിർത്തണം, ഇല്ലെങ്കിൽ ഞാൻ താരിഫ് കൂട്ടുമെന്ന് പറയുമ്പോൾ 2 വഴിയേ ഉള്ളൂ. ഒന്നാമത് റഷ്യയുടെ എണ്ണ നമുക്ക് വേണം, അത് കളഞ്ഞു കുളിക്കാൻ ഇന്ത്യ തയ്യാറാവില്ല. അതിപ്പോൾ ട്രംപിനും ഏതാണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ അമേരിക്കയിൽ നമ്മുടെ അമേരിക്കൻ വിപണിക്ക് പകരം നമ്മൾ ബദൽ വിപണിയെ കണ്ടെത്തും. നമ്മൾ ബദൽ വിപണി ആദ്യം കണ്ടെത്തിയത് UK-യിലാണ്. UK-യുമായി ഇന്ത്യ ഗവൺമെൻറ് കരാറുണ്ടാക്കി. മോദി ഒന്നും കാണാതെ അല്ലല്ലോ കളത്തിലിറങ്ങി കളിക്കുന്നത്. ഇന്ത്യൻ വിപണി, അതുപോലെ തന്നെ നമ്മൾ ബ്രിക്സ് രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തി. ഈ ഇന്ത്യ ചൈന റഷ്യ ICR, ഇന്ത്യ ചൈന റഷ്യ അച്ചുതണ്ട് അമേരിക്കക്ക് പോലും ബീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു വമ്പിച്ച ശക്തിയായി മാറി. കാരണം ചൈനയും റഷ്യയും ഇന്ത്യയും ഒരുമിച്ച് നിന്നാൽ ഈ ട്രംപിൻ്റെ കളിയൊക്കെ മുന്നോട്ട് പോവില്ല. ഈ ട്രംപിനെ സത്യത്തിൽ ഇങ്ങനെ കയറൂരി വിട്ടതിൽ നമുക്കും നമ്മുടെ മാധ്യമങ്ങൾക്കും വലിയ പങ്കുണ്ട്. ഒരു 6 മാസം മുമ്പ് ട്രംപിനെ കുറിച്ച് നമ്മുടെ മാധ്യമങ്ങൾ, നമ്മൾ ഉൾപ്പെടെ പറഞ്ഞു എന്ന് ആലോചിച്ചു. ഇയാളെന്തോ മഹാസംഭവമായിട്ട് അമേരിക്ക, നമ്മൾ വിചാരിച്ചത് ഇദ്ദേഹത്തിൻ്റെ ചില നിലപാടുകൾ മോദിയുടെയും ഇന്ത്യയുടെയൊക്കെ നിലപാടിന് അനുകൂലമാണല്ലോ എന്നാണ്. ഇയാൾക്ക് ഭ്രാന്താണെന്ന് അന്നേ പറയേണ്ടതാണ്. ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുഴുവനും അമേരിക്കൻ വിരുദ്ധമാണ്. അമേരിക്ക ഇന്നലെ വരെ വന്ന വഴി, അമേരിക്ക കുടിയേറ്റക്കാർക്കെതിരാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കുടിയേറ്റക്കാരുണ്ടാക്കിയ രാജ്യമാണ് അമേരിക്ക. ഇന്ത്യയെ പോലെ 5000 വർഷത്തെ സംസ്കൃതിയുള്ള രാജ്യമല്ല. 500 കൊല്ലം തികച്ചുണ്ടോ എന്ന് ആലോചിച്ച് നോക്കൂ. 1493 കൊളംബസ് അവിടെ വരുന്നത്. 500-600 കൊല്ലത്തെ ഒരു രാജ്യമാണത്.
മാത്രമല്ല ആ വന്നവരുണ്ടാക്കിയ രാജ്യം അവിടെ കുറച്ച് റെഡ് ഇന്ത്യൻസ് ഉണ്ടായിരുന്നു, അവരെ മുഴുവൻ ഓടിച്ചിട്ട് പിന്നെ ശുദ്ധമായ ഒരു ശൂന്യമായ അമേരിക്കയിൽ ഈ വന്ന യൂറോപ്യന്മാരുണ്ടാക്കിയ രാജ്യമാണ്. അങ്ങനെ കുടിയേറ്റക്കാരുണ്ടാക്കിയ ഒരു രാജ്യത്ത് ഇയാൾ അധികാരത്തിൽ വന്നിട്ട് പറയും ഇനി ഇവിടെ കുടിയേറ്റക്കാർ വേണ്ട. അപ്പോൾ അമേരിക്കക്കാർ സ്വാഭാവികമായിട്ടും പറയില്ലേ മക്കളെന്നാ ആദ്യം വന്ന കുടിയേറ്റക്കാരൊക്കെ പോ എന്ന് പറഞ്ഞാൽ പിന്നെ അമേരിക്കയിൽ ആരെങ്കിലും ഉണ്ടാവും? മണ്ടത്തരാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇയാൾ പറഞ്ഞുകൊണ്ടിരുന്നത് മുഴുവൻ മണ്ടത്തരാണ് ഇയാൾ. അപ്പോൾ ആ നിലപാട് അമേരിക്ക തിരിച്ചറിഞ്ഞു. മാത്രമല്ല ഇയാളുടെ നയങ്ങൾ, യുദ്ധനയം, വെടിനിർത്തി, ആദ്യം ഇയാൾ യുദ്ധം ഉണ്ടാക്കാനാണ് നടന്നിരുന്നത്, എന്നിട്ട് കച്ചവടം നടത്താനാണ്. ഇപ്പോൾ വെടിനിർത്താൻ നടന്ന് കച്ചവടം ഉണ്ടാക്കുകയാണ്. രണ്ടും പരാജയപ്പെട്ടു. എന്നിട്ട് അതിന് സമാധാനത്തിന് നോബൽ സമ്മാനം. എങ്ങനെ ഉണ്ടാവും ആലോചിച്ചു? ഡൊണാൾഡ് ട്രംപിന് നോബൽ സമ്മാനം കൊടുക്കണമെന്ന് പാകിസ്ഥാൻ പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? പറയുന്നവനാര്, വാങ്ങുന്നവനാര്? അപ്പൊ ഈ സത്യത്തിൽ ഇപ്പോ ട്രംപ് പുടിനുമായി ചർച്ച നടത്തിയിട്ട് ഇന്ത്യക്ക് മേൽ പ്രഖ്യാപിച്ച താരിഫ് പിൻവലിക്കുന്നുവെങ്കിൽ എന്താ അതിന്റെ അർത്ഥം? ഒന്ന്, പുടിൻ പറയേണ്ടത് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ബെസ്റ്റ് കസ്റ്റമറാണ്, വിശ്വസ്തനായ പങ്കാളിയാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ ക്ലയൻ്റാണ്, ഞങ്ങളുടെ കക്ഷിയാണ്, വ്യാപാര കക്ഷിയാണ്, അത് വിട്ടുള്ള കളിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. റഷ്യയുടെ എണ്ണ അമേരിക്ക വാങ്ങുന്നത് തടയണം എന്നാണല്ലോ ഇയാളുടെ ലക്ഷ്യം. അത് നടക്കൂല എന്ന് ബോധ്യപ്പെട്ടു. രണ്ട്, എണ്ണ ഇന്ത്യ വാങ്ങും, റഷ്യ കൊടുക്കും എന്ന് ബോധ്യപ്പെട്ടു. രണ്ട്, ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ വിപണിയാണ് പ്രശ്നമെങ്കിൽ അതിന് ബദൽ സാധ്യതകൾ നരേന്ദ്രമോദി ഇഷ്ടം പോലെ കണ്ടുവച്ചിട്ടുണ്ട് എന്നും അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. അപ്പോൾ അവസാനം ആപ്പീസ് പൂട്ടുക, ഈ അമേരിക്കൻ കച്ചവടത്തിൻ്റെ ആപ്പീസായിരിക്കും പൂട്ടുക എന്ന് ട്രംപിന് നല്ല ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം മിക്കവാറും. അല്ലെങ്കിൽ പുടിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം രണ്ടുപേരും ചേർന്നോ ട്രംപ് ഒറ്റയ്ക്ക് ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് ഒരു ഗീർവാണം വരേണ്ടതാണ്. വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ട്രംപിന് കിട്ടേണ്ടത് കൃത്യമായിട്ട് പുടിൻ കൊടുത്തു എന്നാണ് അതിൻ്റെ അർത്ഥം. പുടിൻ ഇതിനു മുമ്പും കൊടുത്തിട്ടുണ്ട്. പുടിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞല്ലോ യുക്രൈനുമായുള്ള യുദ്ധം ഇപ്പൊ നിർത്തണം, പോടാ എന്ന് വളരെ മനോഹരമായിട്ടും സൗമ്യമായിട്ടും പറഞ്ഞില്ലേ അദ്ദേഹം? പുടിനല്ലേ തീരുമാനിക്കേണ്ടത്, അത് റഷ്യയല്ലേ തീരുമാനിക്കേണ്ടത്? അവരുടെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടാൻ ഇയാളാര്? പണ്ടത്തെ ഒരു ഹാങ് ഓവർ ഉണ്ട് അദ്ദേഹത്തിന്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം തോറ്റുപോയ ജപ്പാന്റെ മേൽ ചെന്നിട്ട് ഒരു അതാണല്ലോ ബോംബ് വർഷിച്ചത്. തോറ്റ് ഞങ്ങൾ കീഴടങ്ങിയിരിക്കുന്നു, ഇനി ഞങ്ങൾ യുദ്ധത്തിന് ഇല്ല എന്ന് പറഞ്ഞ് സാഷ്ടാംഗം നമിച്ച ഒരു രാജ്യത്തിന്റെ മേലാണ്, ആ കൊച്ചു രാജ്യത്തിന്റെ മേലാണ് ഇവർ പോയിട്ട് ബോംബിട്ടത്, ഹിരോഷിമയിലും നാഗസാക്കിയിലും. ഇപ്പോഴും അതിന്റെ കെടുതികൾ അവർ അനുഭവിക്കുന്നു. അതാണ് ആ രാജ്യം. എന്നിട്ട് ആ കാലം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാണ് ഇദ്ദേഹത്തിന്റെ വിശ്വാസം. ലോകം മാറിയത് അദ്ദേഹം അറിയുന്നില്ല. ഇദ്ദേഹം ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇന്ത്യയെ പഠിപ്പിച്ചു കളയാം. ഇന്ത്യ അന്നും വേറൊരു കാര്യം കൂടിയുണ്ട്, ഇന്ത്യയെക്കുറിച്ച് ഇദ്ദേഹം പഠിച്ചിട്ടില്ല. ചേരിചേരാ പ്രസ്ഥാനം. ഇദ്ദേഹം വലിയ ലോക പോലീസായി നിൽക്കുന്ന കാലത്ത്, ഇദ്ദേഹമല്ല അദ്ദേഹത്തിന്റെ രാജ്യം, അമേരിക്കൻ ചേരി ഒരു ഭാഗത്ത്, സാമ്രാജ്യത്വ ചേരി, മറുഭാഗത്ത് സോവിയറ്റ് യൂണിയന്റെ സോഷ്യലിസ്റ്റ് ചേരി. ഇത് രണ്ടും ഉള്ളപ്പോൾ ചേരിയാണെന്ന് പറഞ്ഞു നിൽക്കാനും അമേരിക്ക ഉപദ്രവിക്കുമെന്ന് കണ്ടാൽ സോവിയറ്റ് യൂണിയനെ കൂടെ നിർത്താനും പഠിച്ച രാജ്യമാണ് ഇന്ത്യ. ആ പാരമ്പര്യം വേറെ ആർക്കും അറിയില്ലെങ്കിൽ ട്രംപ് ഒന്ന് പഠിച്ചിട്ട് വരട്ടെ, അപ്പോൾ മനസ്സിലാവും ഇന്ത്യ ആരാണ്.